സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നതായ ഒരു വിഷയം, ഇന്ന് അനേകർ സുവിശേഷങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് ഒരു പാസ്റ്റർ പ്രസംഗിച്ചത് ഫേസ്ബുക്കിൽ ഞാൻ കണ്ടു. കള്ള യേശു, കള്ള ക്രിസ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് പറയുന്നത്. നിങ്ങൾ പറയാം, അങ്ങനെ ഞാൻ കർത്താവെ സ്വീകരിച്ചു, അങ്ങയുടെ നാമത്തിൽ ഞാൻ അഭിഷേകം പ്രാപിച്ചു, രോഗികളെ സുഖമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി എന്നൊക്കെ പറയുമ്പോ ക്രിസ്തു ഉടനെ പറയും, ഞാൻ ഒരു കാലത്തും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആരെ അറിയാമായിരുന്നു? നിങ്ങൾക്ക് ക്രിസ്തുവിനെ അറിയാം, പക്ഷെ ആ നിൽക്കണ ക്രിസ്തുവിന് നിങ്ങളെ അറിയില്ല. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഇത് ന്യായവിധി സമയത്ത് യേശുവിനെ കർത്താവായി സ്വീകരിച്ചു എന്ന് പറയുന്നവരോടും, യേശുവിന്റെ നാമത്തിൽ രോഗികളെ സുഖമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി എന്ന് പറയുന്നവരോടും പറയുന്ന രംഗമാ, ദേവദാസന്മാരോട് പറയുന്ന രംഗമാ. ഈ ദേവദാസന്മാരൊക്കെ പ്രവർത്തിച്ചത് ആരുടെ നാമത്തിലാണെന്നറിയോ? യേശുവിന്റെ നാമത്തിലാ. പക്ഷെ യേശു ഇവിടെ നിന്നുകൊണ്ട്, അപ്പൊ ഇവർക്കൊക്കെ ആരെ അറിയാം? യേശുവിനെ അറിയാം. മനസ്സിലായി? ഇവർക്കൊക്കെ യേശുവിനെ അറിയാം. പക്ഷെ യേശു ഇവിടെ പറയാ, എനിക്ക് നിങ്ങളെ അറിയത്തില്ല. ഇവർക്ക് ആരെ അറിയാം? യേശുവിനെ അറിയാം, പക്ഷെ യേശുവിന് ഇവരെ അറിയത്തില്ല. അപ്പൊ ഇവരറിയുന്ന യേശു ഏതാ? കള്ള യേശു. ഇത് ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ കള്ളത്തരം നടക്കുന്നത് യേശുവിനാ ഇവിടെ നടക്കുന്നത്, ഏറ്റവും കൂടുതൽ. കാരണം ഏറ്റവും വാല്യൂ ഉള്ളതിനാണ് ഏറ്റവും കൂടുതൽ. എല്ലാവരും കള്ള യേശുവിനെയൊക്കെയും സ്വീകരിച്ചവരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം പ്രസംഗിക്കുന്നത്. എന്നാൽ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എന്ന് പറയുന്നത് ഇതാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ശബത്ത് മിനിസ്ട്രിയിലെ സുവിശേഷകർക്ക് മാത്രം ദൈവം വെളിപ്പെടുത്താനിരിക്കുന്നു. സ്തോത്രം. ഈ അന്ത്യകാലത്ത് ദൈവം ഞങ്ങളിൽ കൂടെ ദൈവത്തിൻ്റെ ഈ സത്യവചനങ്ങളെക്കുറിച്ച് സംസാരിപ്പാൻ തക്കവണ്ണം ഇടയാക്കിയ മഹാദൈവത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാവേ, കള്ളക്രിസ്തുക്കളെന്ന് പറഞ്ഞാൽ ആരായിരിക്കുന്നു എന്ന് നമുക്ക് വിശുദ്ധ വചനത്തിൽ കൂടെ നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം. സ്തോത്രം. സകല മാനവരാശിയുടെയും രക്ഷയ്ക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമാകുവാൻ വന്ന യേശുവാണ് യഥാർത്ഥ ക്രിസ്തു. ഈ യേശുവിന് പകരം ഇന്ന് കള്ളക്രിസ്തുക്കൾ അല്ലെങ്കിൽ എതിർ ക്രിസ്തുക്കൾ എന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുന്നു എന്ന് വിശുദ്ധ വചനത്തിൽ കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൽ നിന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടെങ്കിൽ പിശാചിൽ നിന്ന് സാത്താനും എതിർ ക്രിസ്തുവും വ്യാജാത്മാവും ഉണ്ട് എന്ന് നാം മറന്നു പോകരുത്. സ്തോത്രം. ഈ എതിർ ക്രിസ്തുവും വ്യാജാത്മാവും ഈ പിശാചെല്ലാം അവർ ഒരിക്കലും അടങ്ങിയിരിക്കുന്നവരല്ല. അവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയുള്ളൂ. കാരണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കാണിക്കാനുള്ള കാരണം എന്താ? ഈ സാത്താനാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇന്നത്തെ ജനം അറിയരുത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുന്നത് എന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 7:21 മുതൽ 23 വരെ പറയുന്ന വചനം, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. പിതാവിൻ്റെ ഇഷ്ടം എന്താ? ദൈവത്തിൻ്റെ ഇഷ്ടമോ? നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. അപ്പോൾ ശുദ്ധീകരണം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവസന്നിധിയിൽ പോകുവാൻ കഴിയുള്ളൂ. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കാത്ത കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരുമാണ് ഇന്ന് ഈ ഭൂമിയിൽ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. സ്തോത്രം. ഈ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരെന്ന് പറയുന്നത് ഇതാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് വചനത്തിൽ കൂടെ വെളിപ്പെടാം. യഥാർത്ഥ യേശു ക്രിസ്തു സകല മാനവരാശിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമാകുവാൻ വന്ന യേശുവാണ് യഥാർത്ഥ യേശു. ആ യേശുവിൻ്റെ സാക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ,
യോഹന്നാന്റെ സുവിശേഷം 15:10 യേശു പറയുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചുവെങ്കിൽ എതിർ ക്രിസ്തു ദൈവകൽപ്പന അനുസരിക്കുമോ? അനുസരിക്കത്തില്ല. അതായത് 1 യോഹന്നാൻ 2:4 പറഞ്ഞത്, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, അവനിൽ സത്യമില്ല. യേശു ക്രിസ്തുവിൽ വിശ്വാസമുണ്ടെന്ന് പറയും, പക്ഷെ ദൈവകൽപ്പന അനുസരിച്ചില്ലെങ്കിൽ അവൻ ആരാ? അവൻ കള്ളനാണ്. യേശുവിൽ വിശ്വാസമുണ്ട്, യേശുവാണ് എനിക്കിതെല്ലാം തന്നത് എന്ന് പറയും, പക്ഷെ അവൻ ആരാ? അവൻ കള്ളനാണ്. എന്നാൽ യഥാർത്ഥ യേശു ക്രിസ്തു ദൈവകൽപ്പന പ്രകാരം ശബത്ത് ദിവസത്തിൽ പള്ളിയിൽ പോയിരുന്നു എങ്കിൽ എതിർ ക്രിസ്തുക്കളിൽ വിശ്വസിക്കുന്നവർ ശബത്ത് ദിവസം പള്ളിയിൽ പോകുമോ? പോകത്തില്ല. ആ എതിർ ക്രിസ്തുക്കളെക്കുറിച്ചാണ് യേശു ക്രിസ്തു പറഞ്ഞത്, കള്ള ക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ തൻ്റെ വൃതന്മാരെയും തെറ്റിപ്പാഞ്ഞാൽ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. സ്തോത്രം. കള്ളപ്രവാചകന്മാരെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ യേശുവിൻ്റെ നാമത്തിലെ ഇവരെല്ലാം പ്രവർത്തിക്കുന്നു. കാരണം മത്തായിയുടെ സുവിശേഷം 7:23 പറയുന്നത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ ഞങ്ങൾ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് അന്നാളിൽ പലരും എന്നോട് പറയും. അവരോട്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുകയും ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇവൻ അത്ഭുതങ്ങൾ കാണിക്കുന്നു. കാരണം ഈ സാത്താനെ സംശയിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഈ സാത്താനെ പൗലൂസിന് വെളിപ്പെട്ടിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിൻ്റെ അത് 9-ഉം 10-ഉം വാചനം ഒന്ന് വായിച്ചു നോക്കണം. ഈ സാത്താനാണ് എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ നേർവഴികളെ മറച്ചു കളയുന്നതാണ് ഈ പിശാച്. എന്ന് വെച്ചാൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം കൽപ്പിച്ചിരിക്കുമ്പോൾ ആ ദിവസത്തിൽ ആരാധിപ്പിക്കാതെ വേറൊരു ദിവസത്തെ തിരഞ്ഞെടുത്ത് ആരാധിപ്പിക്കുന്നതാണ് ഈ കള്ളക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ ഏകദേശം. കാരണം യേശു ക്രിസ്തു വരുമ്പോൾ ഒരൊറ്റ വ്യക്തി പോലും അങ്ങോട്ട് പോകരുത്. അതിനുവേണ്ടി എന്ത് ചെയ്യും? യേശു ക്രിസ്തു ആരെ വിളിക്കാൻ വരുന്ന? വിശുദ്ധന്മാരെ ചേർക്കാനാണ് വരുന്നത്. വിശുദ്ധന്മാരെ യേശു ക്രിസ്തു ചേർക്കാൻ വരുമ്പോൾ ഒരൊറ്റ വ്യക്തി പോലും അങ്ങോട്ട് പോകരുത്. ദൈവസന്നിധിയിൽ വിശുദ്ധന്മാർ ആരാ? വെളിപ്പാട് പുസ്തകം 14:12 പറയുന്നത്, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ബാക്കിയെല്ലാം ഗെറ്റ് ഔട്ട്. ദൈവകൽപ്പന അനുസരിക്കുകയും ദൈവകൽപ്പന പ്രകാരം യേശുക്രിസ്തുവിനെ അനുകരിച്ച് ശബത്ത് ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവരാ വിശുദ്ധന്മാർ. അവർക്ക് വേണ്ടിയാണ് ദൈവം 7-ാം ദിവസം വിശുദ്ധീകരിച്ച് കൊടുത്തിരിക്കുന്നത്. ഈ വിശുദ്ധ ദിവസത്തെ അശുദ്ധമാക്കിയിട്ടാണ് ഇന്നത്തെ കള്ളപ്രവാചകന്മാർ, അതായത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ സകല വചനങ്ങളും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വചനങ്ങളെല്ലാം ശബത്ത് ദിവസത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ദൈവത്തെ ആരാധിച്ച സഭകൾക്ക് എഴുതി കൊടുത്തിരിക്കുന്ന വചനങ്ങളാണ് ഇന്ന് പല പേരുകളാൽ അറിയപ്പെടുന്ന സഭകൾ പ്രസംഗിച്ച് മനുഷ്യനെയും അവരെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതവരെ അറിയുന്നില്ല. ഇതാ കള്ളപ്രവാചകൻ. കാരണം ദൈവത്തിൻ്റെ സത്യവചനത്തെ മറച്ചു വെച്ച് സംസാരിക്കുന്നവനാണ്. അത് ഞാൻ പറഞ്ഞ ആ വചനം അപ്പോസ്തല പ്രവൃത്തി 13:9-ഉം 10-ഉം വായിച്ചു നോക്കണം. സകല കപടവും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, അവിടെ പറഞ്ഞിരിക്കുന്ന വചനമാണ്, പിശാചിൻ്റെ മകനെ, ദൈവത്തിൻ്റെ നേർവഴികളെ മറച്ചു കളയുന്നത് നീ മതിയാക്കിയില്ലയോ എന്നാണ് പൗലൂസിനോട് പറഞ്ഞത്. പൗലൂസിന് ദൈവത്തിൻ്റെ ആത്മാവിൽ കൂടെ എന്നെ വെളിപ്പെടുത്തി കൊടുത്തു. ഇതെല്ലാവർക്കും വെളിപ്പെടുത്തില്ല, ദൈവാത്മാവുള്ളവർക്ക് മാത്രമേ വെളിപ്പെടുകയുള്ളൂ.
ദൈവാത്മാവെന്ന് പറഞ്ഞാൽ ശബത്ത് ദിവസം ദൈവത്തെ ആരാധിക്കാത്ത ഏതൊരു വ്യക്തിക്കും ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം കൊടുക്കുകയില്ല. ശബത്ത് ദിവസത്തിൽ ദൈവത്തെ ആരാധിച്ചവർക്കാണ് അന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2:1 മുതൽ 4 വരെയുള്ള വാക്യം. അതിൻ്റെ 5-ാം വാക്യം ആരും അത് വായിക്കത്തില്ല. എന്താ 5-ാം വാക്യത്തിൽ പറയുന്നത്? അന്ന് ആകാശത്തിന് കീഴിൽ സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്ന് പാർക്കുന്നതായ യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഭക്തന്മാരുടെ മേല പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് ആ യഹൂദന്മാർ. അവർ ശബത്ത് ദിവസത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ദൈവത്തെ ആരാധിച്ച വിശുദ്ധന്മാരായിരുന്നു എന്ന് നമുക്ക് അവരുടെ മേല പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത്. സ്തോത്രം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, എതിർ ക്രിസ്തുവിനെയും യഥാർത്ഥ യേശുവിനെയും നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയണം. അതാ ദൈവത്തിൻ്റെ ഇഷ്ടം. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ യേശുവിനെയും യഥാർത്ഥ യേശുവിനെയും എതിർ ക്രിസ്തുവിനെയും തമ്മിൽ തിരിച്ചറിയേണ്ടതായ വചനം ശബത്ത് മിനിസ്ട്രിയിലെ സഹോദരങ്ങൾക്ക് മാത്രമേ ദൈവം ഇക്കാലത്ത് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നിത്യജീവൻ പ്രാപിക്കുവാനുള്ളതായ വചനവും ശബത്ത് മിനിസ്ട്രിയിലെ സഹോദരങ്ങൾക്കാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. യഥാർത്ഥ യേശുവിനെയും എതിർ ക്രിസ്തുവിനെയും തമ്മിൽ തിരിച്ചറിയുന്ന വചനവും സത്യദൈവത്തെ ആരാധിക്കുവാനുള്ളതായ ദിവസം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ദൈവം കൽപ്പിച്ചതായ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കാത്തത് കൊണ്ട് ദൈവത്തെ അറിയുന്നില്ല. ശബത്ത് ദിവസത്തിൽ പള്ളിയിൽ പോയ യേശുക്രിസ്തുവിന്റെ സുവിശേഷം ശബത്ത് ലംഘിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നതുകൊണ്ട് യേശുക്രിസ്തുവിനെ ഇവർ അറിയുന്നില്ല. ഇവർക്ക് പരിശുദ്ധാത്മാവും ലഭിച്ചിട്ടില്ല. വചനം സത്യമാണ്. ഈ സത്യവചനം സംസാരിക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് മനം തിരിഞ്ഞ് യഥാർത്ഥ യേശുവിൽ വിശ്വസിക്കുക. യഥാർത്ഥ യേശുവിൻ്റെ സാക്ഷ്യം കേട്ടല്ലോ. ദൈവകൽപ്പന അനുസരിക്കുകയും ദൈവകൽപ്പന പ്രകാരം ശബത്ത് ദിവസത്തിൽ പള്ളിയിൽ പോയ യേശുവിൻ്റെ സുവിശേഷം ഇന്ന് എതിർ ക്രിസ്തുക്കൾ ശബത്ത് ദിവസം ലംഘിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു. സ്തോത്രം. നമ്മൾ മാനുഷ്യമായിട്ടെങ്കിലും ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ആത്മാവിൽ ചിന്തിക്കേണ്ട, മാനുഷ്യമായിട്ടെങ്കിലും ഒന്ന് ചിന്തിക്കണം. അപ്പോൾ ഈ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നതായ ക്രിസ്തു യഥാർത്ഥ യേശു അല്ല, എതിർ ക്രിസ്തു ആണ് എന്ന് വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 1 യോഹന്നാൻ 2:18 പറയുന്നത്, കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു, എതിർ ക്രിസ്തുക്കൾ വരുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇന്ന് ലോകത്തിൽ അനേക എതിർ ക്രിസ്തുക്കൾ ഉണ്ട് എന്ന് അക്കാലത്ത് യോഹന്നാൻ വെളിപ്പെട്ടു. അന്നേ ഉണ്ട് എതിർ ക്രിസ്തുക്കൾ. മനസ്സിലായില്ലേ? ഇന്ന് അത് ഏറ്റവും അധികമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. കാരണം ശബത്ത് ദിവസത്തിൻ്റെ ആരാധന സൺഡേയിലേക്ക് മാറിയപ്പോൾ എതിർ ക്രിസ്തു അധികമായിട്ട് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് സത്യദൈവത്തെ ആരാധിക്കുക, യഥാർത്ഥ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുക. അത് മാത്രമേ ഉള്ളൂ. ഇല്ലാത്ത ഏവരും നിത്യ അഗ്നിയിൽ കിടക്കേണ്ടി വരും. സത്യം. സ്തോത്രം.